തൃശൂർ പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കബഡി പരിശീലന ക്യാമ്പിലെ വിദ്യാർത്ഥിനികൾക്ക് പോഷകമൂല്യമടങ്ങിയ ആഹാരങ്ങൾ ലഭിക്കുന്നില്ലെന്ന് പരാതി. ദേശീയ കബഡി താരങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികളുള്ള ക്യാമ്പിൽ മിക്ക കുട്ടികളും സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലുള്ളവരാണ്. വിദ്യാർത്ഥികൾക്ക് പോഷകമൂല്യമടങ്ങിയ ആഹാരങ്ങൾ നൽകാൻ സ്പോൺസർഷിപ്പിനായുള്ള അന്വേഷണത്തിലാണ് കായിക അധ്യാപകർ. 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള 40ഓളം വിദ്യാർത്ഥിനികളാണ് നിലവിൽ പരിശീലന ക്യാമ്പിൽ കഴിയുന്നത്. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥിനികളുള്ള ഏക കബഡി പരിശീലന കേന്ദ്രം കൂടിയാണ് പഴഞ്ഞി സ്കൂൾ. ഇക്കഴിഞ്ഞ നവംബർ മാസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന കായികമേളയിൽ തൃശൂർ ജില്ലയ്ക്ക് ഗോൾഡ് മെഡൽ നേടിക്കൊടുക്കാൻ ഈ കബഡി താരങ്ങൾക്ക് സാധിച്ചു. സംസ്ഥാന ദേശീയ ജില്ലാ താരങ്ങൾ ഉൾപ്പെടുന്ന ഈ വിദ്യാർത്ഥിനികൾക്ക് കായികാധ്യാപകരായ സുജേഷിന്റെയും കോച്ച് ലിജോയുടെയും നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത്. മികച്ച കായിക പ്രതിഭയുള്ള കുട്ടികൾ ക്യാമ്പിലുണ്ടെന്നും സ്വന്തമായി വീട് പോലുമില്ലാത്ത കുട്ടികളും പരിശീലനത്തിലുണ്ടെന്നും അതിനാൽ കുട്ടികൾക്ക് ആവശ്യമായ പോഷകാഹാരമൊന്നും ലഭിക്കുന്നില്ലെന്നും കായികാധ്യാപകർ പറഞ്ഞു. തൃശ്ശൂർ ജില്ലയിൽ തന്നെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഈ പഴഞ്ഞി സ്കൂളിലെ കബഡി കുട്ടികൾ. അത് കഴിഞ്ഞ വർഷം അതുപോലെ തന്നെ ഈ വർഷം സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടാനായിട്ട് ഈ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വരുന്ന കുട്ടികൾ ഭൂരിഭാഗം പാവപ്പെട്ട വീടുകളിൽ നിന്നാണ്. കൃത്യമായിട്ട് ഉള്ള ഒരു പ്രോട്ടീൻ സംബന്ധമായ ഫുഡുകൾ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സംശയമാണ്. നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് പരിശീലനം മുന്നോട്ട് പോകുന്നത്. ദേശീയ നിലവാരത്തിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുള്ള കുട്ടികൾ സ്കൂളിലുണ്ടെന്നും വ്യായാമത്തോടൊപ്പം പോഷകാഹാരമുള്ള മികച്ച ഭക്ഷണം കൂടി നൽകിയാൽ നാടിന് അഭിമാനമായി സ്കൂൾ മാറുമെന്നും അതിനുവേണ്ടി സഹായിക്കണമെന്നും കായിക താരങ്ങളായ വിദ്യാർത്ഥിനികളും പറയുന്നു. ഇവിടെ ഒട്ടനവധി കുട്ടികൾ നാഷണൽ കളിച്ചിട്ടുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുറേ പിള്ളേർ ഇവിടെ കളിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നല്ല ഹെവി വർക്കൗട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പോഷകാഹാരങ്ങളൊന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. നമ്മളിങ്ങനെ കളിച്ചിട്ട് ജില്ലയ്ക്കൊക്കെ വേണ്ടി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള പ്രോട്ടീൻസ് ഒന്നും കിട്ടുന്നില്ല. ഫുഡ് ഐറ്റംസ് ഭയങ്കര കുറവാണ്. കുട്ടികൾക്ക് പോഷകാഹാരം നൽകാൻ സ്പോൺസർഷിപ്പ് തേടുകയാണ് അധ്യാപകർ ഇപ്പോൾ. സുമനസ്സുള്ളവർ കുട്ടികൾക്കുള്ള സഹായം നൽകണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന. അമൃത ന്യൂസ്, തൃശൂർ.